നമസ്കാരം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്ന ഒറ്റ ആരോപണമാണ് കോൺഗ്രസ് എംപി ശശി തരൂരിനെതിരെ ഉള്ളത്. തരൂർ കോൺഗ്രസിൽ ഒറ്റയാൻ കളിക്കുന്നുവെന്ന പൊതുബോധം നേതാക്കൾക്കുണ്ട്. ഇത് തന്നെ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ ഇടതിനെ നേരിടാനാണ് മുസ്ലിം ലീഗിന്റെ ശ്രമം. അവരെ പിന്തിരിപ്പിച്ച് പിന്തുണ ആർജിക്കുന്നതിനും വി സതീശൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിനെ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വത്തിന് ഇതിനോട് യോജിപ്പില്ല. കേരളത്തിൽ രമേശ് ചെന്നിത്തല വി സതീശൻ പോയി രൂക്ഷമാകുകയാണെങ്കിൽ വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേതൃത്വം തയ്യാറായേക്കുമെന്ന ആശങ്കയും ചെന്നിത്തല സതീശൻ പക്ഷങ്ങൾക്കുണ്ട്. കലങ്ങി മറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ലക്ഷ്യമിട്ടുള്ള പോര് മുറുകിയിരിക്കുമ്പോഴാണ് പുതിയ നീക്കങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയാൽ മുഖ്യമന്ത്രി ആകുക എന്ന ലക്ഷ്യവുമായി അര ഡസനോളം നേതാക്കളാണ് രംഗത്തുള്ളത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, മുൻ KPCC അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി സതീശൻ, മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരൻ, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സമുദായ നേതാക്കളുടെ പിന്തുണ ആർജിച്ച് പാർട്ടിയിൽ വിലപേശൽ നടത്തുക എന്ന തന്ത്രവുമായി രമേശ് ചെന്നിത്തലയും വി സതീശനും ഇതിനകം നീക്കങ്ങൾ ശക്തമാക്കി. NSS നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന രമേശ് ചെന്നിത്തല പിണക്കങ്ങൾ മറന്ന് വീണ്ടും സജീവമാകുകയാണ്. സംഘടനയ്ക്ക് വേണ്ടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നേരിട്ടാണ് ചെന്നിത്തലയ്ക്കായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇതോടെയാണ് NSSന്റെ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണവും ലഭിച്ചത്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഭൂരിപക്ഷ സമുദായ പ്രതിനിധിയെ മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനത്ത് അവരോധിക്കണമെന്ന് പ്രസംഗിച്ച് സുകുമാരൻ നായർ രംഗത്ത് വന്നപ്പോൾ അപകടം മണത്ത രമേശ് ചെന്നിത്തല താൻ ഒരു സമുദായത്തിന്റെ പ്രതിനിധി അല്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെയാണ് ചെന്നിത്തലയും NSSും തമ്മിൽ അകന്നത്. ആ പിണക്കങ്ങളെല്ലാം പറഞ്ഞൊതുക്കിയാണ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിനായുള്ള ചരടുവലികൾ ശക്തമാക്കിയത്. ഇപ്പോൾ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്കായി വാദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ട് പ്രബല സമുദായങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് ചെന്നിത്തലയുടെ പടപ്പുറപ്പാട്. KPCC അധ്യക്ഷനെ നോക്കുകുത്തിയാക്കി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത വി സതീശനും സമുദായങ്ങളുടെ പിന്തുണയ്ക്കായി നെട്ടോട്ടത്തിലാണ്. എല്ലാ മത സംഘടനകളുടെയും വേദികളിൽ സതീശൻ നിറയുകയാണ്. ഒപ്പം NSS SNDP സംഘടനകളുടെ പിറകെയും സതീശനുണ്ട്. പ്രായാധിക്യവും അനാരോഗ്യവും ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷനെ തടയാൻ നീക്കം നടത്തുന്നത്. കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പരാജയമാണ് വിനയായിട്ടുള്ളത്. നേതൃത്വത്തെ നിരന്തരം വിമർശിക്കുന്നതും ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ ആയുധമാക്കുന്നു. ദേശീയ നേതൃത്വത്തിന് മുരളീധരൻ അഭിമതനല്ലെന്ന് വരുത്താനും ശ്രമമുണ്ട്. പ്രായാധിക്യം തന്നെയാണ് തിരുവഞ്ചൂരിന്റെ കാര്യത്തിലും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്.